നടി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലായ ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. വിധി പ്രതികൂലമായാൽ പ്രതിഭാഗം സെഷൻസ് കോടതിയെ സമീപിച്ചേക്കും. അതേസമയം കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിനെ തുടർന്ന് വൈകിട്ട് 5 മണിയോടെ ദിലീപിനെ കോടതിയിൽ ഹാജരാക്കും. ദിലീപിനെതിരെ തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അഭിഭാഷകൻ കെ രാംകുമാർ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. സാക്ഷികളില്ലാത്തതിനാൽ മാപ്പുസാക്ഷികളെ കൂട്ടുപിടിച്ച് ദിലീപിനെ അന്യായമായി കസ്റ്റഡിയിൽ വയ്ക്കുകയാണെന്നാണ് പ്രതിഭാഗത്തിന്റെ ആരോപണം. എന്നാൽ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ഇനിയും കണ്ടെടുക്കാനുണ്ടെന്നും 11-ാം പ്രതി ദിലീപിന്റെ പക്കൽ ഇതുണ്ടെന്നുമാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നത്. നടിയെ അപമാനിച്ച ദൃശ്യങ്ങൾ കേസിലെ 1-ാം പ്രതി പൾസർ സുനി മുൻ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയെ ഏൽപ്പിച്ചിരുന്നു. ഇയാളാണ് ദൃശ്യങ്ങൾ ദിലീപിന് കൈമാറിയത്. ഈ സാഹചര്യത്തിൽ പ്രതിക്ക് ജാമ്യം നൽകിയാൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് നടിയെ അപമാനിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അതേസമയം 1-ാം പ്രതി സുനിയിൽ നിന്ന് ലഭിക്കാത്ത ദൃശ്യങ്ങൾ എങ്ങനെ 11-ാം പ്രതിയിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതിഭാഗം അഭിഭാഷകനും വാദിച്ചു. തുടർന്നാണ് ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ കോടതി ഇന്നത്തേക്ക് മാറ്റിയത്. 120B പ്രകാരം ഗൂഢാലോചന കുറ്റം ചുമത്തിയതിനാൽ ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലെന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ജാമ്യാപേക്ഷ തള്ളിയാൽ സെഷൻസ് കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനം. അതേസമയം ദിലീപിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതോടെ വൈകിട്ട് 5 മണിക്ക് കോടതിയിൽ ഹാജരാക്കും. അതിനു മുൻപായി ദിലീപുമായി ബന്ധമുള്ള പ്രമുഖരെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയെയും ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി, നാദിർ ഷാ എന്നിവരെയും പോലീസ് ചോദ്യം ചെയ്തേക്കും. അപ്പുണ്ണി ഒളിവിൽ പോയതായാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ആരോപണ വിധേയരായവരെ ദിലീപിനൊപ്പം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ ശ്രമം. പൾസർ സുനിയെ അറിയില്ലെന്നാണ് ദിലീപ് ഇപ്പോഴും പറയുന്നത്. വ്യക്തമായ തെളിവുകൾ ചൂണ്ടിക്കാട്ടുമ്പോഴും ദിലീപ് മൗനം തുടരുന്നതായാണ് റിപ്പോർട്ട്. എന്നാൽ ദിലീപിനെതിരെ മതിയായ തെളിവുകളുണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. എല്ലാ പഴുതുകളും അടച്ച് സമഗ്രമായ റിപ്പോർട്ടാകും അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കുക. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങളടങ്ങിയ ഫോൺ ദിലീപിന്റെ പക്കലെന്ന് പോലീസ്. ദിലീപിന്റെ ജാമ്യ ഹർജിയെ എതിർത്തുള്ള റിപ്പോർട്ടിലാണ് പോലീസ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത്. സുനിയുടെ മുൻ അഭിഭാഷകനായ പ്രതീഷ് ചാക്കോ വഴിയാണ് ദിലീപിന് ദൃശ്യങ്ങൾ ലഭിച്ചതെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. അങ്കമാലി കോടതിയിൽ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് അന്വേഷണ സംഘം നടത്തിയ 6 പേജുള്ള റിപ്പോർട്ടിലാണ് നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ 11-ാം പ്രതിയായ ദിലീപിന്റെ പക്കലുണ്ടെന്ന് വ്യക്തമാക്കിയത്. പൾസർ സുനിയുടെ മുൻ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയാണ് ദൃശ്യങ്ങൾ കൈമാറിയതെന്നും പോലീസ് സംശയിക്കുന്നു. ആയതിനാൽ പ്രതി പുറത്തിറങ്ങിയാൽ നടിയെ അപമാനിക്കാൻ ശ്രമിച്ചേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. നടിയുടെ 3 മിനിറ്റ് ദൈർഘ്യമുള്ള ദൃശ്യത്തിന് 1.5 കോടി രൂപയായിരുന്നു ദിലീപ് വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ ദൃശ്യങ്ങൾ ലഭിച്ചതിനു ശേഷം സുനിക്ക് പണം നൽകിയില്ല. തുടർന്നാണ് സുനി കാക്കനാട് ജയിലിൽ വെച്ച് സഹതടവുകാരുടെ സഹായത്തോടെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചതെന്നും പോലീസ് പറയുന്നു. ദൃശ്യങ്ങൾ അടങ്ങിയ മൊബൈൽ അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയ്ക്ക് നൽകിയിരുന്നതായി സുനി നേരത്തെ പോലീസിന് മൊഴിയും നൽകിയിരുന്നു. ആലുവ സ്വദേശിയായ അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയെ സുനിക്ക് പരിചയപ്പെടുത്തിയതും ദിലീപ് തന്നെയാണെന്നും പോലീസ് പറയുന്നു. പ്രതി സിനിമാ നടനും സ്വാധീനമുള്ള ആളുമായതിനാൽ ജാമ്യം അനുവദിക്കുന്ന പക്ഷം സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയും മൊഴി മാറ്റുന്നതിനും തെളിവുകൾ നശിപ്പിക്കുന്നതിനും സാധ്യതയുണ്ട്. മാത്രമല്ല, കേസുമായി ബന്ധപ്പെട്ട് ദിലീപുമായി ബന്ധമുള്ള പലരെയും ഇനിയും ചോദ്യം ചെയ്യാനുണ്ടെന്നും അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയെ ഇനിയും കസ്റ്റഡിയിലെടുത്തിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി. പൊതുജനങ്ങളുടെ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ കേസിൽ പ്രതിക്ക് ജാമ്യം നൽകിയാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശമാകും നൽകുകയെന്നും പോലീസ് പറയുന്നു. ഇത്തരത്തിൽ 7 കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രോസിക്യൂഷൻ ദിലീപിന്റെ ജാമ്യ ഹർജിയെ എതിർത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ചൈന വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ തേടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. എന്ത് വില കൊടുത്തും സിക്കിം അതിർത്തി മേഖല സംരക്ഷിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. നിരവധി തവണ ചൈനയുമായി നയതന്ത്ര ചർച്ചകൾ നടത്തിയെന്നും ഡോക്ലാമിലെ സൈനിക നീക്കത്തിന് പിന്തുണ വേണമെന്നും സർവകക്ഷി യോഗത്തിൽ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. തിങ്കളാഴ്ച പാർലമെന്റ് സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് ഇന്ത്യ ചൈന കാശ്മീർ വിഷയങ്ങളിൽ സമവായം തേടി പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം കേന്ദ്ര സർക്കാർ വിളിച്ചത്. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ ചേർന്ന യോഗത്തിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, കോൺഗ്രസ് നേതാക്കളായ ഗുലാം നബി ആസാദ്, മല്ലികാർജ്ജുൻ ഖാർഗെ, സമാജ്വാദി പാർട്ടി നേതാവ് മുലായം സിംഗ് യാദവ്, NCP നേതാവ് താരിഖ് അൻവർ, ശരത് യാദവ് തുടങ്ങിയവരും LGP നേതാവ് രാംവിലാസ് പാസ്വാനും പങ്കെടുത്തു. ഡോക്ലാമിൽ ഇന്ത്യൻ സൈന്യം തുടരുന്ന നീക്കത്തിന് പ്രതിപക്ഷ പിന്തുണ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജും തേടി. ഇന്ത്യ ചൈന വിഷയത്തിൽ നയതന്ത്രതല ചർച്ചകൾക്ക് നിരവധി തവണ ഇന്ത്യ ശ്രമിച്ചുവെന്നും വിദേശകാര്യ സെക്രട്ടറി S ജയശങ്കറും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും കൂടിക്കാഴ്ചയിൽ പ്രതിപക്ഷത്തെ അറിയിച്ചു. ഇന്ത്യ ചൈന ഭൂട്ടാൻ ട്രൈ ജംഗ്ഷനിൽ ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കാതെ ചർച്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് ചൈന. സിക്കിം അതിർത്തി മേഖല സംരക്ഷിക്കുന്നതിന് സുരക്ഷ ശക്തമാക്കിയെന്നും പ്രതിപക്ഷ നേതാക്കളെ രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടി. കിഴക്കൻ കാശ്മീരിൽ അമർനാഥ് തീർത്ഥാടകർക്ക് നേരെയുള്ള ഭീകരാക്രമണം സർക്കാർ ഗൗരവമായാണ് കാണുന്നതെന്നും താഴ്വരയിൽ സുരക്ഷ ശക്തിപ്പെടുത്തിയെന്നും പ്രതിപക്ഷ നേതാക്കളുടെ യോഗത്തിൽ രാജ്നാഥ് സിംഗ് പറഞ്ഞു.
എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ 24 ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനം സമാന വിഷയങ്ങളാൽ പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. മനുശങ്കർ, ദില്ലി. മുൻ DGP TP സെൻകുമാറിനെതിരെ കേസെടുത്തു. സൈബർ പോലീസാണ് കേസെടുത്തത്. മതസ്പർദ്ധ വളർത്തുന്ന പരാമർശം നടത്തിയതിനാണ് കേസ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. മുൻ DGP TP സെൻകുമാറിനെതിരെ മതസ്പർദ്ധ വളർത്തും വിധം പെരുമാറി എന്ന കുറ്റം ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. IPC 153A1 വകുപ്പുകൾ പ്രകാരം തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിലാണ് TP സെൻകുമാറിനെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. സെൻകുമാറിനെതിരെ ചുമത്തിയിരിക്കുന്നത് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയെന്നതിനാൽ സെൻകുമാറിനെ അറസ്റ്റ് ചെയ്യേണ്ടതായി വരും. 100 കുട്ടികൾ ജനിക്കുമ്പോൾ 42 കുട്ടികളും മുസ്ലിങ്ങളാണെന്നായിരുന്നു മുൻ DGP TP സെൻകുമാർ സമകാലികം മലയാളം വാരികയുടെ ഓൺലൈൻ ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടത്. ഇതേ തുടർന്ന് യൂത്ത് ലീഗ് അധ്യക്ഷനടക്കമുള്ള 5ഓളം പേരാണ് സെൻകുമാറിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് പരാതി നൽകിയത്. ലഭിച്ച പരാതിയിൽ നിയമോപദേശം തേടിയ ശേഷമാണ് TP സെൻകുമാറിനെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. ഹൈക്കോടതി സമുച്ചയത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി G. സുധാകരൻ. ഇക്കാര്യത്തിൽ ഹൈക്കോടതി ആവശ്യപ്പെട്ടാൽ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. കെട്ടിടത്തിന് അടിസ്ഥാനപരമായി തകരാറൊന്നും സംഭവിച്ചിട്ടുണ്ട്. ബേസിക് സ്ട്രക്ചറിന് പ്രശ്നമുണ്ട്. പക്ഷേ അതിന് നിർമ്മാണത്തിൽ വന്നിട്ടുള്ള കുറേ പ്രശ്നങ്ങളും നല്ല മെറ്റീരിയൽസ് ഉപയോഗിക്കാത്തതും കുറച്ചു കാലം പണിയാതിട്ടതിൻ്റെ ഫലമായി മോയ്സ്ചർ കയറി സൂപ്പർവിഷൻ്റെ തകരാറ്, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ അതിൽ പറയുന്നു. കോൺട്രാക്ടർ പറയുന്ന എഞ്ചിനീയർമാരെ വെച്ച് പണിയിട്ടു എന്നുള്ള ആരോപണം വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും കൂടി അഭിപ്രായം തേടി ഏതെങ്കിലും സ്ട്രോങ് ആയ അന്വേഷണം ആവശ്യമുണ്ടോ? അന്വേഷണത്തിന് ഗവൺമെൻറ്റിന് താല്പര്യമുണ്ട്. കാരണം അന്വേഷണം നടത്തുന്ന ഇഷ്യൂ ഉണ്ട് ഇതിൽ. എങ്കിലും കോടതിക്ക് കൂടി ജുഡിഷ്യക്ഷൻ ഉള്ളതായതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയിലൂടെ ചെയ്യാവുന്നതെന്ന് വെച്ചിരിക്കുന്നു. നേമം റെയിൽവേ സ്റ്റേഷൻ പരിധി മധുര റെയിൽവേ സ്റ്റേഷന്റെ കീഴിലാക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് DYFI തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ നേമം മുതൽ തിരുനെൽവേലി വരെയുള്ള പാത മധുര ഡിവിഷനിലേക്ക് മാറ്റാനുള്ള കേന്ദ്ര നീക്കം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു DYFI തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. റെയിൽവേയുടെ ഈ നടപടി ഡിവിഷന്റെ പ്രസക്തി നഷ്ടപ്പെടുത്തുമെന്നും വിഴിഞ്ഞം തുറമുഖം വരുന്ന സാഹചര്യത്തിൽ കേരളത്തിന് ഇത് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പറഞ്ഞു. വിഴിഞ്ഞത്തെ അന്താരാഷ്ട്ര തുറമുഖം വരുന്ന 4-5 വർഷക്കാലത്തിനിടയ്ക്ക് പൂർത്തിയാവും. ആ അന്താരാഷ്ട്ര തുറമുഖത്തിലേക്ക് കൊണ്ടുപോകുന്ന ചരക്കുകളുടെ അതിൻ്റെ വരുമാനം അത് ഈ ഡിവിഷനിൽ ലഭ്യമാവുക, അത് നഷ്ടമാവും. ഈ തീരുമാനം വരുന്നതോടെ നേമം, സെൻട്രൽ സ്റ്റേഷൻ, കൊച്ചുവേളി എന്നീ സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന വികസന പദ്ധതികൾ ഇല്ലാതാകുമെന്നും റെയിൽവേ വികസന കാര്യത്തിലടക്കം കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയുടെ തുടർച്ചയാണ് ഈ നീക്കമെന്നും ഇതിനെതിരെ DYFI ശക്തമായി പ്രതിഷേധിക്കുമെന്നും DYFI ജില്ലാ സെക്രട്ടറി I. സാജുവും ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് A. റഹീമും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബീഹാറിൽ ഇന്ന് നിർണായക ദിനം. ഉപമുഖ്യമന്ത്രിയും ലാലു പ്രസാദ് യാദവിന്റെ മകനുമായ തേജസ്വി യാദവ് രാജിവെക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷ. രാജിവെക്കാൻ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നൽകിയ അന്ത്യശാസനം ഇന്ന് അവസാനിക്കും. അതേസമയം തേജസ്വി രാജിവെച്ചാൽ ഒപ്പം RJDയുടെ മുഴുവൻ മന്ത്രിമാരും രാജിവെച്ചേക്കും. റെയിൽവേ ഹോട്ടൽ അഴിമതിയിൽ CBI കേസെടുത്തെങ്കിലും നിതീഷ് കുമാർ മന്ത്രിസഭയിൽ നിന്നും ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് രാജിവെക്കേണ്ടതില്ലെന്നാണ് RJD തീരുമാനം. എന്നാൽ രാജിയെക്കുറിച്ച് 4 ദിവസത്തിനുള്ളിൽ അന്തിമ തീരുമാനമെടുക്കണമെന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച നിതീഷ് കുമാർ ലാലു പ്രസാദ് യാദവിന് അന്ത്യശാസനം നൽകിയിരുന്നു. ആ സമയം ഇന്ന് കഴിയും. നിതീഷ് കുമാർ തേജസ്വി യാദവിന്റെ രാജി എഴുതി വാങ്ങുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. അങ്ങനെയെങ്കിൽ ഒപ്പം RJDയുടെ എല്ലാ മന്ത്രിമാരും രാജിവെക്കും. പക്ഷേ നിതീഷ് കുമാർ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കില്ല. പുറത്തുനിന്ന് മന്ത്രിസഭയെ പിന്തുണയ്ക്കാനാണ് ലാലു ആലോചിക്കുന്നത്. മഹാസഖ്യത്തിലെ വിള്ളൽ മുതലാക്കി BJP നിതീഷ് കുമാറിന് പിന്തുണ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അത് തടയുകയാണ് പുറത്തുനിന്നുള്ള പിന്തുണയിലൂടെ ലാലു ആലോചിക്കുന്നത്. അതേസമയം നിതീഷ് കുമാർ JDU ദേശീയ കൗൺസിൽ യോഗം 23-ാം തീയതി ദില്ലിയിൽ വിളിച്ചു ചേർത്തു. അന്നേ ദിവസം സോണിയാഗാന്ധിയുമായി നിതീഷ് കൂടിക്കാഴ്ച നടത്തിയേക്കും. സഖ്യത്തിലെ വിഷയങ്ങളും ചർച്ച ചെയ്യും. ന്യൂസ് ബ്യൂറോ, ദില്ലി. മറയൂർ പെരിയവയൽ ചന്ദനമോഷണ കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. റവന്യൂ ഭൂമിയിൽ നിന്ന് ചന്ദനമരങ്ങൾ മുറിച്ചുകടത്തിയ കേസിൽ കർശനാട് സ്വദേശി ദുരൈയാണ് പിടിയിലായത്. കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പെരിയവയൽ ഭാഗത്തെ റവന്യൂ ഭൂമിയിൽ നിന്നും ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തിയ കേസിൽ മുഖ്യപ്രതി ദുരൈയാണ് മറയൂർ പോലീസിന്റെ പിടിയിലായത്.
മാസങ്ങൾക്ക് മുമ്പ് പെരിയവയൽ ഭാഗത്തു നിന്നും നിരവധി ചന്ദനമരങ്ങൾ വെട്ടിക്കടത്തിയ സംഭവത്തിൽ പോലീസ് 7 പേർക്കെതിരെയായിരുന്നു കേസെടുത്തിരുന്നത്. ഇവരിൽ 3 പേർ പിടിയിലായെങ്കിലും 1-ാം പ്രതി ദുരൈ ഒളിവിൽ പോകുകയായിരുന്നു. ഇയാൾ വീട്ടിലുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്നുള്ള പരിശോധനയിലാണ് അറസ്റ്റിലായത്. ഇയാളുടെ പക്കൽ നിന്നും ഒളിപ്പിച്ചുവെച്ച 5 കിലോഗ്രാം തൂക്കം വരുന്ന ചന്ദനമുട്ടിയും മരം മുറിക്കാൻ ഉപയോഗിക്കുന്ന വാളുകളും പിടിച്ചെടുത്തു. മറയൂർ SI ലാൽസി ബേബി, അഡീഷണൽ SI കെ സണ്ണിച്ചൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കേസിൽ 3 പ്രതികൾ ഇനിയും പിടിയിലാകാനുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരളത്തിലെ പ്രഥമ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. ഇടമലക്കുടിയിൽ ശിശുമരണങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മൂന്നാറിൽ നടന്ന പ്രത്യേക സിറ്റിംഗിലാണ് കമ്മീഷൻ ആവശ്യം ശക്തമാക്കിയത്. കഴിഞ്ഞ 8 മാസത്തിനിടെ ഇടമലക്കുടിയിൽ 5 ശിശുമരണവും നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രത്യേക സിറ്റിംഗ് നടത്തിയത്. വനം, ആരോഗ്യ, പട്ടികവർഗ, റവന്യൂ വകുപ്പുകൾ കൈകോർത്ത് ഇവിടെ നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് കമ്മീഷൻ അധ്യക്ഷ ശോഭാ കോശി ആവശ്യപ്പെട്ടു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇവിടെ എത്തിപ്പെടാൻ കഴിയാത്തതും ഇവിടെയുള്ളവർക്ക് പുറത്തെത്താൻ കഴിയാത്തതുമാണ് കുട്ടികളുടെ മരണത്തിന് കാരണമാകുന്നത്. ഇതിന് പരിഹാരമുണ്ടാകണമെങ്കിൽ റോഡടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഇപ്പം മഴക്കാലമായതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ നടക്കത്തില്ല. പക്ഷേ ഈ സമയത്ത് കുറെ തയ്യാറെടുപ്പുകൾ നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇപ്പോൾ ആളുകൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയാലും അതൊക്കെ ഒന്ന് ദൂരീകരിച്ച് തമ്മിൽ ഒരു യോജിച്ച ഒരു പല കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പെടുത്ത് വെക്കുകയാണെങ്കിൽ മഴക്കാലം കഴിയുമ്പോഴെങ്കിലും ഇതിന് കുറച്ചുകൂടെ ഒരു സ്പീഡപ്പ് ചെയ്യാനായിട്ട് പല കാര്യങ്ങൾക്കും നമുക്ക് സാധിക്കുമെന്ന് മനസ്സിലായി. ഇന്നത്തെ സാഹചര്യം എന്താണെന്നൊന്ന് മനസ്സിലാക്കാനും കമ്മീഷൻ എന്തൊക്കെ ചേഞ്ച് ഏറ്റെടുക്കണം എന്നുള്ളതും കൂടെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഇന്ന് എല്ലാ ബന്ധപ്പെട്ട ആൾക്കാരെയും വിളിച്ച് ഇവിടെ നടത്തിയത്. 10ാം ക്ലാസ് പൂർത്തിയാക്കിയ കുട്ടികൾ പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കുന്നതായി കമ്മീഷൻ കണ്ടെത്തി. ഇതിന്റെ സാഹചര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും കമ്മീഷൻ അറിയിച്ചു. മൂന്നാർ പഞ്ചായത്ത് ഓഫീസിൽ നടന്ന സിറ്റിംഗിൽ കമ്മീഷൻ അംഗം സിസ്റ്റർ ബിജി ജോസ്, ജില്ലാ ചൈൽഡ് ലൈൻ പ്രൊട്ടക്ഷൻ ഓഫീസർ VA ഷംനാദ് തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ലാൽ ജോസ് ചിത്രത്തിന്റെ ചിത്രീകരണം ആലപ്പുഴയിൽ ആരംഭിച്ചു. മോഹൻലാലിനെ നായകനാക്കിയാണ് ഇത്തവണ ലാൽ ജോസ് തന്റെ ഇഷ്ട ലൊക്കേഷനായ ഓമനപ്പുഴയിലെത്തിയിരിക്കുന്നത്. വെളിപാടിന്റെ വേദപുസ്തകം എന്ന ഈ ചിത്രത്തിൽ ലാലിനെ കൂടാതെ മറ്റ് താരങ്ങളും അണിനിരക്കുന്നുണ്ട്. വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സിനിമാ മേഖലയിൽ ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ലാൽ ജോസ് സംവിധാനം ചെയ്യുന്ന വെളിപാടിന്റെ വേദപുസ്തകം എന്ന ചിത്രത്തിന്റെ നിർമ്മാണം ആലപ്പുഴയിൽ പുരോഗമിക്കുന്നത്. 10 വർഷം മുൻപ് ദിലീപിനെ വെച്ച് ലാൽ ജോസ് സംവിധാനം ചെയ്ത ചാന്ത് പൊട്ടെന്ന ചിത്രത്തിന്റെ അതേ ലൊക്കേഷനിലാണ് മോഹൻലാലിന്റെ ചിത്രവും പുരോഗമിക്കുന്നത്. കടൽ പശ്ചാത്തലമായിട്ട് വരുന്ന ഒരു സിനിമ ചെയ്തത് ചാന്ത് പൊട്ടാണ്. അത് കഴിഞ്ഞിട്ട് 10 വർഷമായി. സ്ഥിരമല്ല. അല്ല, ഇത് ഒരു ക്യാമ്പസ് സ്റ്റോറിയാണ്. ഒരു കടൽ തീരപ്രദേശത്തുള്ള ഒരു കോളേജിന്റെ കഥയാണ്. കോളേജ് അധ്യാപകന്റെ വേഷത്തിലാണ് മോഹൻലാൽ ഈ ചിത്രത്തിലെത്തുന്നത്. ആരാധകരുടെ തിരക്കിനിടയിലൂടെ തന്റെ വാഹനത്തിലാണ് നായകൻ കടൽ തീരത്തുള്ള സെറ്റിലെത്തിയത്. കലാലയ ജീവിതത്തിന്റെ കഥ പറയുന്ന ഈ ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിക്കുന്നതും ആലപ്പുഴയിലാണ്. പ്രിയങ്കയാണ് ലാലിന്റെ നായിക. കൂടാതെ മലയാള ചലച്ചിത്ര രംഗത്തെ നിരവധി താരങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. യുവാവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ 17-കാരി ഗുരുതരാവസ്ഥയിൽ. 90% പൊള്ളലോടെ പെൺകുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പത്തനംതിട്ട നാരങ്ങാനത്താണ് സംഭവം. ഇറങ്ങി വരാൻ ആവശ്യപ്പെട്ടപ്പോൾ നിരസിച്ചതിന്റെ പേരിലാണ് യുവാവ് 17-കാരിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. 88% പൊള്ളലോടെ പെൺകുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടമ്മനിട്ട കല്ലേലിമുക്ക് കുരീച്ചെറ്റയിൽ കോളനിയിലെ പെൺകുട്ടിയുടെ വീട്ടിൽ വൈകിട്ട് 6:30-യോടെയാണ് സംഭവം. കടമ്മനിട്ട സ്വദേശി സജിൽ എന്ന യുവാവാണ് കൃത്യം നടത്തിയത്. സംഭവത്തിന് ശേഷം ഇയാൾ ഒളിവിലാണ്. മാതാപിതാക്കൾ വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്താണ് സംഭവം നടന്നത്. വൈകിട്ട് 5:30-യോടെ വീടിന് സമീപം ചെന്ന സജിൽ പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് ഇറങ്ങി വരാൻ ആവശ്യപ്പെട്ടു. പെൺകുട്ടി വഴങ്ങാതെ വന്നപ്പോൾ ഇയാൾ തിരിച്ചുപോയി. 1 മണിക്കൂറിന് ശേഷം കന്നാസിൽ പെട്രോളുമായി വന്ന് വീട്ടിൽ കയറി പെൺകുട്ടിയുടെ തലയിൽ ഒഴിക്കുകയും തീ കൊളുത്തുകയുമായിരുന്നുവെന്ന് സമീപവാസികൾ പറയുന്നു.
ഇതിനുശേഷം ഇയാൾ ഓടി രക്ഷപ്പെട്ടു. അയൽക്കാർ ചേർന്ന് പെൺകുട്ടിയെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പൊള്ളൽ ഗുരുതരമായിരുന്നതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ജില്ലാ പോലീസ് മേധാവി സതീഷ് ബിനോയും ആറന്മുള സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തി പ്രതിക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. പെൺകുട്ടിയും സജിലുമായി പ്രണയത്തിലായിരുന്നുവെന്ന് ചിലർ പറയുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വയനാട്ടിൽ പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിൽ വൈദികനെതിരെ കേസ്. മീനങ്ങാടിക്കടുത്തുള്ള ബാലഭവനിലെ വൈദികനായിരുന്ന സജിക്കെതിരെയാണ് പോക്സോ നിയമപ്രകാരം കേസെടുത്തത്. ബാലഭവൻ അന്തേവാസികളായിരുന്ന 2 കുട്ടികളുടെ പരാതിയിലാണ് കേസ്. കഴിഞ്ഞ അക്കാദമിക വർഷമാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. സ്കൂൾ അവധിക്കാലത്ത് വൈദികൻ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നതായാണ് 2 ആൺകുട്ടികളുടെ മൊഴി. സംഭവത്തെക്കുറിച്ച് സൂചന ലഭിച്ച ചൈൽഡ് ലൈൻ പ്രവർത്തകരാണ് ആദ്യം കുട്ടികളെ കൗൺസിലിംഗിന് വിധേയരാക്കിയത്. സംഭവത്തെക്കുറിച്ച് ചൈൽഡ് ലൈൻ റിപ്പോർട്ട് നൽകിയതിനെ തുടർന്ന് മീനങ്ങാടി പോലീസ് കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തി. മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് പോക്സോ നിയമപ്രകാരം വൈദികനെതിരെ കേസെടുത്തിട്ടുണ്ട്. സംഭവം നടന്ന ബാലഭവൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ബാലഭവനിലെ വൈദികനായിരുന്ന സജി എവിടെയാണെന്നും വ്യക്തമായിട്ടില്ല. ഇയാളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് പോലീസ്. അതേസമയം ഇയാൾ കൂടുതൽ കുട്ടികളെ ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, വയനാട്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട എഴുത്തുകാരുടെ ഉന്നമനത്തിനായി വകുപ്പ് സംഘടിപ്പിച്ച 3 ദിവസത്തെ ശില്പശാല റാന്തൽ 2017 അവസാനിച്ചു. സമാപന സമ്മേളനം പ്രശസ്ത എഴുത്തുകാരൻ സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 3 ദിവസമായി പട്ടികജാതി വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന സാഹിത്യ ശില്പശാല റാന്തൽ 2017 സമാപിച്ചു. ഭയരഹിത അക്ഷര സ്വാതന്ത്ര്യം ഓരോ എഴുത്തുകാരനിലും ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ശില്പശാല പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട എഴുത്തുകാർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തുറന്ന് ചർച്ച ചെയ്യാനുള്ള വേദി കൂടിയായി. മലയാളത്തിലെ പ്രമുഖ സാഹിത്യകാരന്മാർ പങ്കെടുത്ത പരിപാടികൾ എഴുത്തിന്റെ അനുഭൂതിക്കും അപ്പുറം പുതിയ ദിശാബോധത്തിലേക്കുള്ള വെളിച്ചം വീശലുമായി. റാന്തലിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സച്ചിദാനന്ദൻ പുതിയ കവിതകൾ പഴയ കവിതകളുടെ ഉദാത്തഭാവം തിരിച്ചു കൊണ്ടുവരുന്നുവെന്ന് അഭിപ്രായപ്പെട്ടു. ഒരു പുതിയ കവിത പഴയ രീതിയിലുള്ള കവിതയുടെ ഉദാത്ത ഭാവം നഷ്ടപ്പെട്ട ദൈനംദിന ജീവിതത്തിലേക്ക് കവിതയെയും ഭാഷയെയും പിടിച്ചുകൊണ്ടുവരുന്ന ഒരു കവിതയും ഒരു സാഹിത്യവും ഇന്ന് ക്രമേണ ഇന്ത്യയുടെ എല്ലാ ഭാഷകളിലും രൂപപ്പെട്ടു വരുന്നു. വരും വർഷങ്ങളിലും സാഹിത്യകാരന്മാർക്ക് തുറന്ന സംവാദത്തിന് വേദിയൊരുക്കിയാകും പരിപാടി സംഘടിപ്പിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വനിതാ സംവരണ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് പാസാക്കണമെന്നാവശ്യപ്പെട്ട് CPIM-ന്റെ നേതൃത്വത്തിൽ ഇന്ന് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. 2010-ൽ UPA സർക്കാരിന്റെ കാലത്ത് വനിതാ സംവരണ ബിൽ രാജ്യസഭ പാസാക്കിയിരുന്നു. പാർലമെന്റിലും നിയമസഭയിലും വനിതകൾക്ക് 1/3 പ്രാതിനിധ്യം നൽകുന്നതിന് വേണ്ടിയുള്ളതാണ് ബിൽ. രാജ്യസഭ ബില്ല് പാസാക്കി 6 വർഷം കഴിഞ്ഞിട്ടും ലോക്സഭയിൽ ബിൽ കൊണ്ടുവരാതെ ഒളിച്ചുകളിക്കുന്ന BJP നിലപാടിനെതിരെയുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് മാർച്ച്.